നോർമൽ സദ്യയാണ്. 25 ഐറ്റംസിൻ്റെ നോർമൽ സദ്യയാണ്. അപ്പോൾ നമുക്ക് കാണുമ്പോഴേ അറിയാം നമ്മൾ മുമ്പ് കഴിച്ച് ശീലിച്ചിട്ടുള്ള ആ ഒരു വാഴയില. ചിലപ്പം ഈ ഒരു IT നഗരമാണ്, കഴക്കൂട്ടം തിരക്കേറിയ ഒരു നഗരമാണ്. അപ്പോൾ SAS പേപ്പർ വാഴയുടെ പോലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഒരു അങ്ങനെയുള്ള പരിപാടി നമുക്കില്ല. നമുക്ക് എന്താണോ തനതായിട്ടുള്ള കാര്യങ്ങൾ അത് മാത്രം തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ കാർത്തിക പാർക്കിൽ എത്താറുണ്ട്. പൃഥ്വി വന്നു, അതുപോലെ തന്നെ ശ്വേതാജി വന്നു. അപ്പോൾ ഓണത്തിന് നമുക്ക് ഇത്തരത്തിലുള്ള സെലിബ്രിറ്റീസിനെ പ്രതീക്ഷിക്കുന്നുണ്ട്. കഴക്കൂട്ടം നഗരത്തിൽ ഇതാ കിടിലൻ സദ്യ ഒരുക്കിതാ കാർത്തിക പാർക്ക് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഓണം എത്തിക്കഴിഞ്ഞു. നമുക്ക് സദ്യയില്ലാതെ ഒരു ഓണാഘോഷത്തെക്കുറിച്ച് ചിന്തിക്കാനേ കഴിയില്ല. IT നഗരമാണ്, ടെക്കികൾ ഒരുപാടുള്ളവരാണ്. മാത്രമല്ല വിവിധ ആവശ്യങ്ങൾക്കായിട്ട് കഴക്കൂട്ടം നഗരത്തിൽ എത്തുന്നവരുമുണ്ട്. വെറൈറ്റി സദ്യയാണ് കാർത്തിക പാർക്കിൽ ഒരുങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പായസമേള. 5, 6 ഈ ഇനത്തിൽ 6 പായസം, 5 പായസം, അങ്ങനെ വിവിധ തരത്തിലുള്ള പായസങ്ങൾ മധുരപ്രേമികൾക്കും തീർച്ചയായും കാർത്തിക പാർക്കിലെത്താം. അപ്പോൾ നമുക്ക് എന്താണ് സദ്യയെന്നും ഈ പായസമേളയിൽ എന്തൊക്കെയാണുള്ളതെന്നും സദ്യയുടെ വിഭവങ്ങളുമൊക്കെ നമുക്ക് കാർത്തിക പാർക്കിൻ്റെ അകത്ത് കയറി തന്നെ നോക്കാം. ഇന്നത്തെ ഓണാഘോഷം എങ്ങനെയാണ്? നമസ്കാരം, എൻ്റെ പേര് രത്തിനാണ്. ഞാൻ ഹോട്ടൽ കാർത്തിക പാർക്കിൻ്റെ ജനറൽ മാനേജറാണ്. അപ്പോൾ ആർപ്പുകളിലും ആഘോഷങ്ങളും ഇത്തവണയും കാർത്തിക പാർക്കിൽ എത്തിക്കഴിഞ്ഞു. അത്തം തുടങ്ങി. അപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് അത്തം ഇന്ന് ഇട്ട് കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഒരു ഭയങ്കര സന്തോഷത്തിലാണ്. എന്നാൽ ഒരു ചെറിയ ദുഃഖമുള്ളതെന്ന് പറഞ്ഞാൽ വയനാട്ടിൻ്റെ ഒരു ദുരന്തം തന്നെയാണ് ഞങ്ങൾ ദുഃഖത്തിൽ ആഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും കസ്റ്റമേഴ്സ് ഇപ്പം പുറത്തുനിന്നുള്ള ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട് ഇത് ആഘോഷിക്കാൻ വന്നത്. അപ്പോൾ അവരെ നമുക്ക് ഒരിക്കലും വിഷമിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു തരത്തിലുള്ള കുറവും വരുത്താതെ ഡെക്കറേഷൻസും അതേപോലത്തെ കാര്യങ്ങൾക്ക് മാത്രം കുറവ് വരുത്തിക്കൊണ്ട് ആ ട്രഡീഷണൽ ഓണസദ്യ ആ ഒരു എക്സ്പീരിയൻസ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നതിന് വേണ്ടി കാർത്തിക പാർക്ക് തീർച്ചയായിട്ടും ഒരുങ്ങാൻ കഴിഞ്ഞു. ഒരു 29 ഐറ്റങ്ങൾ നിറഞ്ഞിട്ടുള്ളൊരു നല്ലൊരു ട്രഡീഷണൽ സദ്യ 3 പായസങ്ങളോട് കൂടി ചേർന്നിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് എല്ലാവർക്കും ഗ്രൂപ്പായിട്ട് ബുക്ക് ചെയ്യുന്നതിനും ഫാമിലിക്കും വീട്ടിൽ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നതിനും ഇവിടെ വന്ന് കളക്ട് ചെയ്യുന്നതിനും ഒരു പായസമേളയും അതെല്ലാം വെച്ചിട്ട് ഞങ്ങൾ ഒരു നല്ലൊരു എലാബറേറ്റഡ് ആയിട്ടൊരു പാക്കേജ് ഇത്തവണ ചെയ്തിട്ടുണ്ട്. ഇപ്പം കോർപ്പറേറ്റ് പാക്കേജസ് വരുവാണെങ്കിൽ അവർക്ക് വന്നിട്ട് ഇവിടെ വടംവലി അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ഓണത്തിന് എന്തൊക്കെ ഈ സാക്രൈസ് കുഞ്ഞു നൊസ്റ്റാൾജിയ ഫീൽ വരുത്തുന്ന എല്ലാ തരത്തിലുള്ള എന്താ പറയുക ഗെയിംസ് അങ്ങനത്തെ ഒരു ഫൺ ആക്ടിവിറ്റീസ് എല്ലാം ചേർന്നിട്ടുള്ളൊരു ഓണം കാർത്തിക പാർക്ക് ഇത്തവണയും പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പം വരിക വന്ന് ആ ഒരു ഫുഡിൻ്റെ ട്രഡീഷണൽ ടേസ്റ്റ് ആസ്വദിക്കുക. ഒരിക്കൽ കൂടെ അഡ്വാൻസ് ഹാപ്പി ഓണം ഫ്രം കാർത്തിക പാർക്ക്. താങ്ക് യു. ഒരു ക്വസ്റ്റ്യൻ കൂടി. ഇപ്പോൾ നമുക്കറിയാം ഈ സെലിബ്രിറ്റീസൊക്കെ ഇപ്പോൾ കാർത്തിക പാർക്കിൽ എത്താറുണ്ട്. പൃഥ്വി വന്നു, അതുപോലെ തന്നെ ശ്വേതാജി വന്നു. അപ്പോൾ ഓണത്തിന് നമുക്ക് ഇത്തരത്തിലുള്ള സെലിബ്രിറ്റീസിനെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒത്തിരി എൻക്വയറീസ് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി എക്സ്ക്ലൂസീവായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഏരിയ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2-3 എൻക്വയറീസ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഉണ്ടാവും ഒരു ബോംബ് വീണ്ടും ഞങ്ങൾ പൊട്ടിക്കുന്നത് തന്നെ ആയിരിക്കും. വാഴയില നമ്മുടെ പഴയ ഓർമ്മക്കാലമൊക്കെ തിരിച്ച് കൂട്ടിക്കൊണ്ടു പോകുന്ന തനതായ ഒരു സദ്യ. തിരുവനന്തപുരത്തിന് പ്രത്യേകമാണ് ആ ഒരു സദ്യ എന്ന് പറയുന്നത്. എന്താ സദ്യയെക്കുറിച്ച് ഇത്തവണത്തെ ഓണം സദ്യയുടെ സ്പെഷ്യാലിറ്റി നമുക്ക് 2024 നമ്മുടെ കാർത്തിക പാർക്കിൻ്റെ ടാഗ്ലൈനിൽ തന്നെ ഓണം പൂത്തുമ്പിയും പൊന്നോണം എന്നാണ്. അപ്പോൾ അതോടനുബന്ധിച്ചുള്ള സദ്യ നമുക്ക് ചിങ്ങം 1 മുതൽ നമ്മൾ 5 വെറൈറ്റി പായസം ഓണം സമയത്ത് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. അപ്പം നമുക്ക് 3 വെറൈറ്റി സദ്യയുണ്ട്. അതായത് 25 ഐറ്റംസിൻ്റെ ഒരു സദ്യ, പിന്നെ 35 ഐറ്റംസിൻ്റെ ഒരെണ്ണം, പിന്നെ 45. അതിന് താരതമ്യേന വിലയും അനുബന്ധിച്ച് മാറുന്നതാണ്. അപ്പോഴത്തേനും നമ്മൾ എല്ലാം ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലാണ് മാത്രമാണ് ഇതിനകത്ത് സദ്യ തയ്യാറാക്കുന്നത്. കഴിച്ചുകൊണ്ടിരുന്ന ഒരു ടേസ്റ്റ് അത് വരാൻ വേണ്ടി നമ്മൾ മാക്സിമം ട്രൈ ചെയ്ത് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ പേപ്പർ വാഴയില്ല അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും തന്നെ ഉപയോഗിക്കാറില്ല. തൊടുകറികളാണെങ്കിൽ ഇഞ്ചി, നാരങ്ങ, മാങ്ങ, പിന്നെ ഒരു ചമ്മന്തി ഉണ്ട്, പിന്നെ 3 ഐറ്റം പച്ചടിയും കിച്ചടിയും കൂടെ മധുരക്കറിയും കൂടെ കൂട്ടി 3 ഐറ്റം, പിന്നെ തോരൻ, അവിയൽ, കൂട്ടുകറി, പിന്നെ ഓലൻ. അത് കഴിഞ്ഞാൽ നമുക്ക് സൈഡായിട്ട് വരുന്ന ഒരു ചെറിയ സ്നാക്സ് ഐറ്റംസ്, അതായത് ചിപ്സ്, വാഴയ്ക്ക ഉപ്പേരി, വറ്റൽ, പിന്നെ ശർക്കര വരട്ടി, പിന്നെ കൊണ്ടാട്ടം മുളകുണ്ട്, പപ്പടം, പഴം, പിന്നെ നമ്മുടെ 3 ഐറ്റം പായസം. ഇന്ന് 3 ഐറ്റം പായസമാണുള്ളത്. അതിൻ്റെ കൂടെ ബോളിയുണ്ട്, പിന്നെ 5 ഒഴിക്കാനുണ്ട്. അതായത് പരിപ്പ്, സാമ്പാർ, പുളിശ്ശേരി, രസം, പച്ചമോര്, ഇങ്ങനെയുള്ള ഐറ്റംസ്, പപ്പടം. അത് രാവിലെ മുതൽ ഒരു 11 മണി മുതൽ പിന്നെ കുറച്ച് ഗെയിംസ്, പിന്നെ സദ്യ, പിന്നെ അവരുടേതായിട്ടുള്ള കുറച്ച് അത്തപ്പൂക്കള മത്സരം, അങ്ങനെ നമ്മൾ സ്പേസ് കൊടുക്കാറുണ്ട് അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു 4 മണി വരെയുള്ള പാക്കേജ്, 11 മുതൽ 4 മണി വരെയുള്ള സദ്യ ഉൾപ്പെടെ അവരുടെ ഗെയിംസും കാര്യങ്ങളൊക്കെ ആയിട്ടൊരു പാക്കേജായിട്ടാണ്. മിനിമം 25 പേര് വരണമെന്നേ ഉള്ളൂ.